കഴിഞ്ഞ ക്ലാസ്സിൽ എർത്ത് റെവല്യൂഷനും അതിൻ്റെ ഫലമായുള്ള സീസണൽ ചേഞ്ചും മനസ്സിലാക്കി. ഇന്ന് ഭൂമിയുടെ റൊട്ടേഷനും അതുമൂലം ഉണ്ടാകുന്ന സമയവ്യത്യാസവുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റെവല്യൂഷൻ ലാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ റൊട്ടേഷൻ ലോഞ്ചിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡ്സ്? The vertical imaginary lines marked on the globe is longitudes. ഗ്ലോബിൽ നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കുന്ന ലംബരേഖകൾ കാണുന്നില്ലേ? ഇതാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള ഗ്രീൻവിച്ച് ലൈൻ അഥവാ പ്രൈം മെറിഡിയൻ, 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നിവയാണ് പ്രധാന ലോഞ്ചിറ്റ്യൂഡ്സ്. The angular distance of the earth is 360 degree. We will get 360 longitudes if we draw one longitude each for each degree of angular distance. ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണ്. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 ലോഞ്ചിറ്റ്യൂഡുകൾ നമുക്ക് ലഭിക്കും. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ തുടങ്ങി ഇരുവശത്തേക്കും 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് വരെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കി 90 ഡിഗ്രി നോർത്ത് പോൾ വരെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും 90 ഡിഗ്രി സൗത്ത് പോൾ വരെ സദേൺ ഹെമിസ്ഫിയർ എന്നും രണ്ട് അർദ്ധഗോളങ്ങളെ പരിചയപ്പെട്ടു. ഇവിടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ ആസ്പദമാക്കി ഭൂമിയെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നുകൂടി തിരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ആംഗുലർ ഡിസ്റ്റൻസ് 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞല്ലോ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് മുതൽ വെസ്റ്റിലേക്ക് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് വരെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് മുതൽ ഈസ്റ്റിലേക്ക് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് വരെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കിയാൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കിയാൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ഇനി നമുക്ക് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള ഗ്രീൻവിച്ച് മെറിഡിയൻ അഥവാ പ്രൈം മെറിഡിയനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. The 0 degree longitude is known as the Greenwich Meridian. It acquires its name from Greenwich, the place where the Royal British Observatory is situated and through which this line passes. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് ലൈൻ എന്ന പേര് ലഭിച്ചത്. Time is calculated worldwide based on the Greenwich line. Hence, this line is also known as the prime meridian. The local time at the prime meridian is known as the Greenwich Mean Time. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഈ രേഖ പ്രൈം മെറിഡിയൻ എന്നും അറിയപ്പെടുന്നു. ഗ്രീനിച്ച് രേഖയിലെ ലോക്കൽ ടൈം ആണ് ഗ്രീനിച്ച് ടൈം. വാട്ട് ഈസ് ലോക്കൽ ടൈം? ഇൻ ദി ഏൻഷ്യന്റ് പീരീഡ്, time was calculated based on the apex position of the sun and the length of the shadow cast by it. When the sun is vertically overhead, it is noon. Thus, the time estimated at each place based on the position of the sun is known as local time. ഒരു പ്രദേശത്തെ സൂര്യൻ്റെ ഉച്ചസ്ഥാനം അഥവാ തലയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന സമയം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാലങ്ങളിൽ സമയം നിർണയിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായി സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിയെന്ന് കണക്കാക്കുന്നു.
ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഗ്രീൻവിച്ച് മെറിഡിയൻ്റെ അതായത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഈസ്റ്റിലേക്ക് സമയ കൂടുതലും വെസ്റ്റിലേക്ക് പോകുന്തോറും സമയക്കുറവും ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞിരിക്കുക. കാരണം ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇനി ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നോക്കാം. സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കാൾഡ് റൊട്ടേഷൻ. എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് while it revolves. Day and night occur due to rotation. The earth rotates from west to east. Earth takes 24 hours to complete one rotation. As the earth rotates from west to east, the sun rises in the east. ഭൂമി സൂര്യനു ചുറ്റും വലം വയ്ക്കുന്നതോടൊപ്പം സാങ്കല്പികമായ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. ഭ്രമണഫലമായി രാത്രിയും പകലും അനുഭവപ്പെടുന്നു. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടാണ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണം. ഭ്രമണം പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്കു നിന്നായിരിക്കും. ഇവിടെ സൂര്യനല്ല ചലനം സംഭവിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണം മൂലം സൂര്യന് ചലനമുള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നു. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണം എന്ന് പറഞ്ഞു. അതായത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് തുടങ്ങുന്നതായി കണക്കാക്കിയാൽ വീണ്ടും അതേ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ എത്താൻ 24 മണിക്കൂർ പിന്നിടണം. ഭൂമിക്ക് ചുറ്റും 360 ലോഞ്ചിറ്റ്യൂഡുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. അങ്ങനെയെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് തൊട്ടടുത്ത ലോഞ്ചിറ്റ്യൂഡിൽ സൂര്യൻ എത്തിച്ചേരാൻ ഭൂമി എത്ര സമയം കറങ്ങിയെത്തണമെന്ന് നോക്കാം. ഓരോ ഡിഗ്രി വ്യത്യാസത്തിലാണ് ലോഞ്ചിറ്റ്യൂഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമി 360 ഡിഗ്രി തിരിഞ്ഞെത്താൻ 24 മണിക്കൂർ എടുക്കുന്നു. 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയാൽ 24 × 60. ഇവിടെ 60 എന്താ? 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. അപ്പോൾ 24 60 മിനിറ്റുകൾ. കിട്ടുന്ന സംഖ്യ എത്രയാണ്? 1440 മിനിറ്റ്. That is the time required for the completion of one rotation. 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 മിനിറ്റ്സ്. ഇതിൽ നിന്ന് ഇനി എന്ത് കണ്ടെത്തണം? 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എത്ര? 1440 divided by 360. That is 4 മിനിറ്റ്സ്. അതായത് ഒരു ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ്. ദ ടൈം റിക്വയർഡ് ഫോർ ദ റൊട്ടേഷൻ ഓഫ് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഏരിയ ഈസ് 15 × 4. ദാറ്റ് ഈസ് 60 മിനിറ്റ്. 1 അവർ. 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തിരിയുമ്പോൾ 1 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാകുന്നു. In other words, 15 degree longitudinal area of the earth passes by the sun within a period of 1 hour. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. As the earth rotates from west to east, time advances towards the east and decrease towards the വെസ്റ്റ്. ചിത്രീകരണം ശ്രദ്ധിക്കൂ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ 12 noon അതായത് ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയ കണക്ക് പ്രകാരം 1 ഡിഗ്രി ഈസ്റ്റിൽ
12 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കും. കിഴക്കോട്ട് സമയ കൂടുതലാണ് രേഖപ്പെടുത്തുക. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമുള്ള സമയം PM എന്നാണ് സൂചിപ്പിക്കുക. അതേസമയം 1 ഡിഗ്രി വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിൽ 12 മണിയാവാൻ 4 മിനിറ്റ് കൂടി വേണം. അതായത് 11:56 AM. ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നേ AM എന്നാണ് സമയത്തോടുകൂടി പറയുക. പടിഞ്ഞാറോട്ട് സമയ കുറവ് രേഖപ്പെടുത്തുന്നു. കാരണം ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. സൂര്യൻ ആദ്യം ദൃശ്യമാവുക കിഴക്ക് വശത്ത് ആയിരിക്കും. AM എന്നാൽ ആൻറ്റി മെറിഡിയൻ എന്നും ഉച്ചയ്ക്ക് മുമ്പ്, PM എന്നാൽ പോസ്റ്റ് മെറിഡിയൻ എന്നും ഉച്ചയ്ക്ക് ശേഷം എന്നാണ് സൂചിപ്പിക്കുന്നത്. The people of which Indian state can see the sunrise first? ഇന്ത്യയിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്നത് ഏത് സംസ്ഥാനത്തുള്ളവരായിരിക്കും? അരുണാചൽ പ്രദേശ്. കാരണം ഇന്ത്യയുടെ കിഴക്കേ അറ്റം അരുണാചൽ പ്രദേശാണ്. അങ്ങനെയെങ്കിൽ അസ്തമയം ഏറ്റവും അവസാനം ദൃശ്യമാവുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയുടെ പടിഞ്ഞാറെ അറ്റത്ത് ഗുജറാത്താണ് സ്ഥിതി ചെയ്യുന്നത്. 360 ഡിഗ്രി തിരിഞ്ഞെത്താൻ ഭൂമി 24 മണിക്കൂർ എടുക്കുമെന്നും 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റും 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ 1 മണിക്കൂറും സമയമെടുക്കുന്നു എന്ന് പറഞ്ഞു. ബേസ്ഡ് ഓൺ ഗ്രീൻവിച്ച് മെറിഡിയൻ, the world is divided into 24 zones, each with a time difference of 1 hour. These are known as time zones. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു. ഇവ സമയമേഖലകളെന്ന് അറിയപ്പെടുന്നു. സമയമേഖലകളുടെ ടൈം ഡിഫറൻസ് 1 അവർ, ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻഡ് 15 ഡിഗ്രി. എന്തിനാണ് ഇങ്ങനെ ടൈം സോണുകളായി തിരിച്ചിരിക്കുന്നത്? ഒരു രാജ്യത്തിലൂടെ തന്നെ നിരവധി ലോഞ്ചിറ്റ്യൂഡുകൾ കടന്നു പോകുന്നുണ്ട്. ഉദാഹരണമായി ഇന്ത്യ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനും 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനും ഇടയിലാണ്. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് രേഖാംശ വ്യത്യാസം ഏകദേശം 30 ഡിഗ്രി വരെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഓരോ ഡിഗ്രിക്ക് 4 മിനിറ്റ്, 15 ഡിഗ്രിക്ക് 1 അവർ വീതം സമയവ്യത്യാസം കണക്കാക്കിയാൽ ഇന്ത്യയുടെ കിഴക്കുള്ള അരുണാചൽ പ്രദേശ് സംസ്ഥാനവും പടിഞ്ഞാറുള്ള ഗുജറാത്ത് സംസ്ഥാനവും തമ്മിൽ ഏകദേശം 2 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടായിരിക്കും. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ സൂര്യൻ ഈസ്റ്റിലാണ് ഉദിക്കുന്നത്. സൂര്യപ്രകാശം ആദ്യം പതിക്കുന്നത് അരുണാചൽ പ്രദേശിലായിരിക്കും. ഗുജറാത്തിൽ സൂര്യോദയം ഉണ്ടാവുന്നത് 2 മണിക്കൂറിന് ശേഷമായിരിക്കും. അരുണാചൽ പ്രദേശിൽ രാവിലെ 6 മണി ആയിരിക്കുമ്പോൾ ഗുജറാത്തിൽ രാവിലെ 4 മണി ആയിട്ടേ ഉണ്ടാവൂ. ഇത്തരത്തിൽ ഒരു രാജ്യത്ത് തന്നെ ലോക്കൽ ടൈമിൽ വ്യത്യാസമുണ്ടായാൽ പല ആശയക്കുഴപ്പത്തിനും കാരണമാകും. What will be the hardship if there are several local time in a country? Cannot prepare a railway timetable applicable throughout the country. Cannot give announcement about radio programs. Cannot coordinate common test. രാജ്യത്തുടനീളം ബാധകമാകുന്ന തീവണ്ടി സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല. റേഡിയോ പരിപാടികളെക്കുറിച്ച് അറിയിപ്പ് നൽകാൻ കഴിയില്ല. ദേശീയ തലത്തിലുള്ള പൊതുപരീക്ഷകളുടെ സമയക്രമം ഏകീകരിക്കുവാൻ കഴിയില്ല. To solve this, the local time at the longitude that passes through the middle of a country is selected as the common time for the whole country. Each country in the world considers the longitude that passes almost through its middle as the standard meridian. രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തെ മുഴുവൻ പൊതുസമയമായിട്ട് കണക്കാക്കുന്നു. The countries with large longitudinal extent estimates more than one local time by considering more than one standard meridian.
രേഖാംശവ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശങ്ങളെ സ്റ്റാൻഡേർഡ് മെറിഡിയനായി പരിഗണിച്ച് ഒന്നിലധികം സ്റ്റാൻഡേർഡ് ടൈം നിർണയിച്ചിട്ടുണ്ട്. The local time at the standard meridian is the standard time of that country. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യഭാഗത്തുകൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ സ്റ്റാൻഡേർഡ് മെറിഡിയനായി പരിഗണിക്കുന്നു. സ്റ്റാൻഡേർഡ് മെറിഡിയനിലെ ലോക്കൽ ടൈമാണ് ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യ 2 ടൈം സോണുകളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 1884 ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോംബെ ടൈം സോൺ, കൽക്കത്ത ടൈം സോൺ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സമയം നിർണയിച്ചിരുന്നത്. നേരത്തെ പരിചയപ്പെട്ടതാണ്, ഇന്ത്യ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനും 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനും ഇടയിലാണെന്ന്. ഇവയുടെ ഏകദേശം മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയനായി കണക്കാക്കുകയും ഈ ലോഞ്ചിറ്റ്യൂഡിലെ ലോക്കൽ ടൈം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ആയി പരിഗണിക്കുകയും ചെയ്യുന്നു. 1906 മുതലാണ് ഇത്തരത്തിൽ സിംഗിൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിലവിൽ വന്നത്. അടുത്ത പ്രധാന ലോഞ്ചിറ്റ്യൂഡാണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് നേരെ ഓപ്പോസിറ്റായി കാണുന്ന 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഡേയ്സ് ആർ കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുമ്പോൾ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ ആധാരമാക്കിയാണ് ദിവസം കണക്കാക്കപ്പെടുന്നത്. പാഠഭാഗത്തെ ടേബിൾ പരിചയപ്പെടൂ. ഗ്രീൻവിച്ച് ടൈം ഫ്രൈഡേ 10 AM, അതായത് വെള്ളിയാഴ്ച രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ ഗ്രീൻവിച്ച് ലൈനിന് വെസ്റ്റും ഗ്രീൻവിച്ച് ലൈനിന് ഈസ്റ്റും 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് വരെ ഓരോ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെയും സമയം കണക്കാക്കിയിരിക്കുന്നു. ഗ്രീൻവിച്ച് ടൈം ഫ്രൈഡേ 10 AM, 15 ഡിഗ്രി വെസ്റ്റിലേക്ക് 1 മണിക്കൂർ സമയം കുറവ്, അതായത് ഫ്രൈഡേ 9 AM. 15 ഡിഗ്രി ഈസ്റ്റിലേക്ക് 1 മണിക്കൂർ സമയം കൂടുതൽ, അതായത് 11 AM. വീണ്ടും അടുത്ത 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ, അതായത് 30 ഡിഗ്രി വെസ്റ്റിൽ 1 മണിക്കൂർ സമയക്കുറവ്, അപ്പോൾ 8 AM. 30 ഡിഗ്രി ഈസ്റ്റിൽ 1 മണിക്കൂർ സമയ കൂടുതൽ, ഉച്ചയ്ക്ക് 12 മണി, അതായത് 12 noon എന്ന് പറയുന്നു. വീണ്ടും ഇതേ 1 മണിക്കൂർ കുറവ് കൂടുതൽ ക്രമത്തിൽ മുന്നോട്ട് പോയാൽ 150 ഡിഗ്രി വെസ്റ്റിലെത്തുമ്പോൾ ഫ്രൈഡേ 12 AM. 150 ഡിഗ്രി ഈസ്റ്റിൽ ഫ്രൈഡേ 8 PM. 165 ഡിഗ്രി വെസ്റ്റിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കൂ. തേഴ്സ്ഡേ 11 PM, വ്യാഴാഴ്ച രാത്രി 11 മണി. കാരണം 1 മണിക്കൂർ പിറകോട്ടാണ് സമയം. 165 ഡിഗ്രി ഈസ്റ്റിൽ ഫ്രൈഡേ 9 PM. ഇനി 180 ഡിഗ്രി വെസ്റ്റിലെത്തുമ്പോൾ തേഴ്സ്ഡേ 10 PM. 180 ഡിഗ്രി ഈസ്റ്റിൽ ഫ്രൈഡേ 10 PM. 180 ഡിഗ്രി ഈസ്റ്റിൽ വെള്ളിയാഴ്ച രാത്രി 10 മണി. 180 ഡിഗ്രി വെസ്റ്റിൽ വ്യാഴാഴ്ച രാത്രി 10 മണി. There is a difference of 24 hours at 180 degree longitude to the east and west of Greenwich. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ എത്തിയപ്പോൾ 24 മണിക്കൂറിൻ്റെ സമയവ്യത്യാസം കാണാൻ കഴിഞ്ഞു. ചിത്രം നിരീക്ഷിക്കൂ. എ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ ആണ്. ഈ സ്ഥലത്ത് താമസിക്കുന്നവർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് ദിവസമായിരിക്കും പരിഗണിക്കുക? If 180 degree longitude passes through a country, the places situated east and west of this line
will be having 2 different days. To avoid this, it doesn't pass through the corresponding land areas. It passes through Bering Strait in Pacific Ocean and avoids some of the inhabited islands. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഒരു രാജ്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കും. ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി കരഭാഗങ്ങളിൽ കൂടി കടന്ന് പോകാത്ത വിധം ഈ രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധവും ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയുമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. This line is a broken line and not a straight line. The travelers who cross this line from the east calculate the time by advancing it by 1 day, and those who cross the line from the west deduct 1 day. ഈ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള ഗ്രീൻവിച്ച് ലൈനിന് വെസ്റ്റിലേക്ക് സമയക്കുറവും ഈസ്റ്റിലേക്ക് സമയ കൂടുതലും രേഖപ്പെടുത്തുമ്പോൾ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് വെസ്റ്റിലേക്ക് ഒരു ദിവസം കൂടുതലും ഈസ്റ്റിലേക്ക് ഒരു ദിവസം കുറവുമാണ് ഉണ്ടാകുന്നത്.